ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ കല്യാണി മേഖലയും പോകുന്നു ഉറപ്പ് വരുത്തിയിട്ട് അകത്തോട്ട് കയറി ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മനോഹറിനോട് പറയുന്നുണ്ട് അവർ പോയി എന്നൊക്കെ. ആ സമയത്ത് സരയു വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, അച്ഛൻ എവിടെയാ, മനുവേട്ടൻ എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മനോഹർ പറയുക, അവൻ്റെ കല്യാണം എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും സരയു ചോദിക്കുക, അച്ഛൻ്റെ തലയ്ക്ക് പ്രാന്താന്ന് പറയുന്നത് ശരിയല്ലേ, പിച്ചും പേയും പറയാതെ മനുവേട്ടൻ എവിടെയാന്ന് പറ എന്ന് പറയുന്നു കേട്ടോ. പെട്ടെന്ന് രാഹുലിന് ബോധം വന്നിട്ട് രാഹുൽ പറയും, അവൻ്റെ അല്ല, അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം, അപ്പോൾ മീറ്റിങ്ങിനിടയ്ക്ക് പെട്ടെന്ന് നിങ്ങൾ വരേണ്ട വന്നു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സരിയ പറയാം, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അങ്ങനെയായിരുന്നു ഞാനും വരുമായിരുന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് രാഹുൽ പറയാം, മോള് ഫോൺ വെക്കുക, ഞാനങ്ങ് അവൻ വരുമ്പോൾ ഫ്രീ ആയിട്ട് വരുമ്പോൾ പറയാമെന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ രാഹുൽ മനോഹറിനോട് പറയുവാണ് കേട്ടോ. ആ സമയത്ത് സനലൊക്കെ വരുവാണ്. അപ്പോൾ സനലിനോട് രാഹുൽ പറയാം, കല്യാണിയൊക്കെ പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു എന്ന് പറയുവാണ്. എന്നിട്ട് സനൽ മനോഹറിനോട് പറയുന്നുണ്ട്, എടാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ നല്ലതാണ്, പക്ഷേ ഫോട്ടോയ്ക്കകത്ത് നല്ല ഫോട്ടോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിയിൽ പോയി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആവാം എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ നിഷയുടെ അമ്മയോട് അച്ഛൻ പറയുവാണ്, അവൾ വന്നിട്ട് പോയത് നന്നായി, കല്യാണത്തിന് ആരുടെയും ശാപവും പ്രാക്കും ഒന്നും ഉണ്ടാകാതെ എല്ലാവരും അനുഗ്രഹത്തോടു കൂടി ഒരു കല്യാണം നടക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് മനോഹർ നമ്മുടെ രാഹുലിനെ വിളിക്കുന്നുണ്ട്, അങ്കിൾ വാ അങ്കിൾ, ഇവിടെ നിൽക്കുക അങ്കിൾ എന്നൊക്കെ പറഞ്ഞ്. രാഹുൽ ഒരു കണക്കിന് അവിടെ പോയി നിൽക്കുവാണ്. അവിടെ നിന്നിട്ട് വിലാസിനിയുടെ ഓരോ ഇത് കൂട്ട് കണ്ടിട്ട് രാഹുൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുവാണ് കേട്ടോ. മനസ്സിലെ മൂത്ത മകളെ കാശും സമ്പത്തൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടിട്ട് അതേ ഇളയതിന് അതിലും വലിയ ദുരന്തത്തിലോട്ടാണ് പറഞ്ഞു വിടുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുവാണ്. ആ സമയത്ത് രാഹുലിനെ കളിയാക്കി മനോഹർ പറയുന്നുണ്ട്, അങ്കിൾ സ്മൈൽ ചെയ്യാനേ പറഞ്ഞോളൂ, ഇങ്ങനെ പൊട്ടിച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന്. അത് കഴിയുമ്പോഴത്തേക്കും സനലും മനോഹറൊക്കെ കൂടി രാഹുലിനെ കളിയാക്കുവാണ് കേട്ടോ. ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നതാന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നല്ല ആക്ടിങ്ങാണ്, ഇനിയുള്ള നിൻ്റെ എല്ലാ കല്യാണത്തിനും കൊണ്ടുപോയാലോ എന്ന് ഓർക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ നിഷയുടെ അച്ഛൻ അങ്ങ് വരുവാണ് കേട്ടോ. നിഷയുടെ അച്ഛൻ അങ്ങ് വന്നിട്ട്, മോളെ നല്ലപോലെ നോക്കിക്കോണം, ഇച്ചിരി മുൻകോപമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അവൾ പാവാന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രാഹുൽ പറയാം, അവൻ നോക്കി കൊല്ലും എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നിഷയുടെ അച്ഛൻ അന്തം വിട്ടു പോവാണ്. എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും, അല്ല സ്നേഹിച്ച് കൊല്ലും എന്ന് പറയാറില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ നിഷയുടെ അച്ഛൻ ഒരുപാട് സന്തോഷമാവുകയാണ്. ആ സമയത്ത് നിഷയുടെ അമ്മ നിഷേനെയും കൂട്ടിക്കൊണ്ട് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പുള്ളിക്കാരി ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ സനൽ പറയുന്നുണ്ട്, ഇനിയിപ്പം മോള് നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് മോളെ കാണാൻ കൊതിയാവും, അതുപോലെ ഇവൻ തലയിലും താഴെയും വെക്കാതെ നോക്കിക്കോളും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിഷയുടെ കൂട്ടുകാരികളും നിഷേനെ ഇങ്ങനെ കോളടിച്ചല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും അവിടുന്ന് പോവുകയാണ് കേട്ടോ. പോകാൻ നേരത്ത് രാഹുലിനോട് നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, കിടുക്കിയിട്ടുണ്ടായിരുന്നു അഭിനയം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോയിട്ട് അവർ അവരുടെ വീട്ടിൽ ചെന്ന് കയറുവാണ് കേട്ടോ. അവിടെ ഓൾറെഡി മനോഹർ അറേഞ്ച് ചെയ്തിരുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാം നമ്മുടെ നിഷയ്ക്ക് വിളക്കൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട്. മനോഹർ പറയുന്നുണ്ട്, വലതുകാല് വെച്ച് കയറുമോളൂ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് കയറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പൂജാമുറി കൊണ്ട് വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുവാണ് രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനോഹർ നിഷയോട് പറയുന്നുണ്ട്, മോളെ നല്ലപോലെ പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം കിട്ടണ്ടേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നിഷയെ നിന്ന് പ്രാർത്ഥിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് കിരണിൻ്റെ കല്യാണിയുടെ വീടാണ്. കല്യാണി ഇങ്ങനെ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിരൺ പുറത്ത് പോയിട്ട് കയറി വരുവാണ് കേട്ടോ. കയറി വരുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു, ആരെങ്കിലും അവിടെ നാട്ടിൽ പായിച്ചോ, പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയും, അങ്ങനെയൊന്നുമില്ല, താലി കെട്ട് കാണണമെന്ന് മേഘനയ്ക്ക് നിർബന്ധമായിരുന്നു, അതുകൊണ്ട് കണ്ടിട്ടാണ് വന്നേ, പക്ഷേ ചെറുക്കനൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിരുന്നു, മുഖം കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, അടുത്ത വീട്ടിലെ നമ്മുടെ അയൽവാസി രാഹുൽ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും കിരൺ പറയുവാണ്, എന്തായാലും അവളുടെ ജീവിതം അത്ര നന്നാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അവളുടെ കയ്യിലിരിപ്പ് അതല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, പക്ഷേ എങ്കിലും മേഘന അവളുടെ ജീവിതം നല്ല രീതിക്ക് വരണം എന്നൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയും, എന്തേലും ആട്ടെ, നമ്മളിനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലോ, ഒരു പ്രശ്നമുണ്ട്, തൻ്റെ ഇൻ്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവലിൻ്റെ ദിവസത്തേക്ക് നമുക്കൊരു 5-6 കൊട്ടേഷൻ വർക്കുണ്ട്, അതിന് ഹരിസാറിനെ മാത്രം വിട്ടാൽ പോരാ, ഞാനും കൂടെ ചെല്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് നീ തന്നെ പോകേണ്ട വരുമായിരിക്കും എന്ന് പറയുവാണ് കേട്ടോ കല്യാണിയോട്. അപ്പോൾ കല്യാണി പറയുവാണ്, കിരണേട്ടനില്ലാതെ പോകുന്നതിന് എനിക്ക് പേടിയുണ്ടായിട്ടല്ല, പക്ഷേ എൻ്റെ ബലവും എൻ്റെ ഊർജ്ജവും ഒക്കെ കിരണേട്ടനാണ്, നമുക്കിതങ്ങ് ക്യാൻസൽ ചെയ്താലോ എന്നൊക്കെ കിരൺ പറയും. ക്യാൻസൽ ചെയ്യാനോ, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് താൻ എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ കല്യാണി പറയാം, പോവാമല്ലേ എങ്കിലും എന്ന് പറയുമ്പോഴേക്കും കിരൺ കല്യാണിനെ ചേർത്തെടുത്ത് പിടിച്ച്, എങ്കിലും ഇല്ല, താൻ അവിടെ പോവുകയും ചെയ്യണം, പെയിൻറ്റിങ് കോമ്പറ്റീഷൻ പങ്കെടുത്ത് ഫസ്റ്റും കൊണ്ടേ തിരിച്ചിവിടെ വരാവുള്ളൂ എന്ന് പറഞ്ഞ് കൂടിയിരുത്തി പ്രചോദിപ്പിക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.